ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എക്സാമിന് ഇനി വളരെ കുറച്ച് ഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ്. അങ്ങനെ കുറേ നാളിന് ശേഷം ഫൈനലി ഐ വോക്ക് അപ്പ് അറ്റ് അറൗണ്ട് 4 o'clock ഇൻ ദ മോർണിംഗ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. ബട്ട് ഈ മോർണിംഗിൽ എണീറ്റുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ CA ജേർണി മുതൽ ഞാനൊരു മോർണിംഗ് പേഴ്സണായി മാറുമായിരുന്നു. പിന്നെ മോർണിംഗിൽ ഒരു 4 o'clock എണീറ്റാലും രാവിലെ ഉള്ള ഒരു ഹാഫ് അവേഴ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എക്സാമിനെ കുറിച്ച് ഓർത്ത് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. കാരണം ആ ഒരു ടെൻഷൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു സിറ്റുവേഷനിലാട്ടോ ഇപ്പം നിൽക്കുന്നത്. പഠിക്കാനുള്ള ടൈം ഭയങ്കര കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ജോൺ ഇത്രയും ഹെക്റ്റിക് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലീവ് കിട്ടുന്ന ഡേയ്സിൽ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഒരു ബ്രേക്കൊന്നും എടുക്കാതെ ബാക്ക് ടു ബാക്ക് പഠിക്കുകയാണ് ചെയ്യുക. പിന്നെ കിടക്കുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് അന്ന് രാവിലെ തന്നെ കേട്ടോ ഞാൻ തീരുമാനിക്കുക ഇപ്പം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ടൈം റിവിഷനാണ് ചെയ്യുന്നത്. ഒരേ സബ്ജക്റ്റ് റിവൈസ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ബേൺ ഔട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനും കുറച്ച് ടൈം വെച്ചിട്ടാണ് ഞാൻ റിവൈസ് ചെയ്യുന്നത്. ഞാൻ ഒരു സബ്ജക്റ്റ് തന്നെ ഫുൾ ഡേ വെച്ച് ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ പോകും. ഈവൻ അതെനിക്ക് പണ്ട് CAയുടെ ഫൈനലൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ നോർമലി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടൈമിനും ഓരോ ടൈം വെക്കും. 3 hours ഒരു സബ്ജക്റ്റ്, നെക്സ്റ്റ് 3 hours ഒരു സബ്ജക്റ്റ്. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ എനിക്കുണ്ടാവാറുണ്ട്. ഇതിലൊന്നിൽ പ്ലാനിങ്ങും മറ്റേതിൽ ടോപ്പിക് വൈസ് സബ്ജക്റ്റും എഴുതി വെച്ചിട്ടാണ് ഓരോ പോർഷൻസ് റിവൈസ് ചെയ്ത് വിടുന്നത്. പിന്നെ UPSCയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മെയിൻ സോഴ്സ് NCERT തന്നെയാണ്. എന്നാലും പൊളിറ്റിക് ലക്ഷ്മികാന്തും പിന്നെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പം NCERT പഠിക്കുന്നത് കൂടാതെ സ്പെക്ട്രവും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ട്രൈ ആണെന്ന് തോന്നുന്ന സബ്ജക്റ്റ് ഞാൻ റിവൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് കുറച്ച് MCQ, അതിൽ നിന്ന് വന്ന PYQ ഒക്കെ എടുത്തിട്ട് കൂടുതൽ റിവൈസ് ചെയ്യാണ്. ആൻസർ കീ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ആൻസർ കീ വീണ്ടും റിവൈസ് ചെയ്യും കേട്ടോ. 2022 ഞാൻ പ്രിലിംസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യവും, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ 100% അത് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ ഇല്ലേ, അത് കുറേ പ്രാവശ്യം ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഇവൻ നമുക്ക് അതിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മളുടെ മെമ്മറിയിൽ പിന്നെ റിവൈസ് ചെയ്തില്ലെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. അങ്ങനെ 4:30 ആയപ്പോഴത്തേക്ക് ടൈമർ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം രാവിലെ ഈ ഒരു ടൈം കുറേ ഡേയ്സ് കൂടിയിട്ട് ഞാൻ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും അല്ലെങ്കിൽ എത്ര അവേഴ്സ് കണ്ടിന്യൂസ് എനിക്ക് ഫോക്കസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഡേയിൽ ഞാൻ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് CSAT ആണ്. കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് ഒരു 1 hour എങ്കിലും CSAT നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന് ഓർത്തു. കാരണം എനിക്ക് CSAT വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ബോറടിക്കില്ല. അല്ലെങ്കിൽ കുറേ ഡേയ്സ് കൂടി മോർണിംഗിൽ എണീറ്റുകൊണ്ട് എന്നെക്കൊണ്ട് ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. ഓരോ ഡേയ്സിലും 6 o'clock, 7 o'clock, 5 o'clock എണീറ്റിട്ടാണ് ഇന്ന് ഞാൻ 4 o'clock എണീറ്റിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ ടൈം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു 4.5 hours ഞാൻ പഠിച്ചു. ഇവിടെ ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് CSATും പിന്നെ എക്കണോമിക്സും റിവിഷനും ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നടന്നു വന്ന് കുളിച്ചു കഴിച്ചു. പിന്നെ
വേറെ ഒന്നും നോക്കുന്നില്ല, പഠിക്കാനിരിക്കുകയാണ്. അറിയാലോ, എക്സാമിന് ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ബ്രേക്കൊന്നും ഞാൻ എടുക്കാറേ ഇല്ല. എല്ലാ ടൈമിലും പഠിക്കാനാണ് മാക്സിമം നോക്കുക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിങ്ങനെ ഭയങ്കര ഷോർട്ടായിട്ട് എഴുതുമ്പോൾ എനിക്ക് പിന്നെ അത് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. എഴുതി പഠിക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുക. ജോഗ്രഫിയിൽ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇപ്പം ഞാൻ മാപ്പിംഗ് ആട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ടൈം ലാപ്സ് ഫുള്ളൊന്നും വെക്കുന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ 8 hours ആവാറായപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് പഠിക്കാമെന്ന്. ഉറക്കം വരുന്നുണ്ട്, അതാണ് സത്യം, അല്ലെങ്കിൽ ഈ കഴിപ്പൊന്നും വലുതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ബാക്ക് ടു വന്ന് പഠിക്കാമെന്ന് ഓർത്തു. ഇതുപോലെ നല്ല ടയേർഡ് ആകുമ്പോഴത്തേക്ക് കോഫി കൂടി ഞാൻ കുറച്ചതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വന്നിരിക്കുമ്പം കുറച്ചും കൂടെ എനർജി കിട്ടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്ലോ ആക്കി കാണിക്കുന്നത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ബേൺ ഔട്ട് ആവും. കുറച്ച് നേരം ബ്രേക്ക് എടുക്കും, ബാക്ക് ടു വരും. മാക്സിമം ബ്രേക്ക് എടുക്കുന്ന ഒരു 10 minute ഒക്കെ ആട്ടോ, അല്ലെങ്കിൽ ഒരു 20 minute. ഒരു 11 hours ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കേട്ടോ. മടുത്തപ്പോഴത്തേക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ വന്ന് ഒരു ടീ ഇട്ടു, ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു. എന്നിട്ട് ഒരു 10 minute ആയിരുന്നു കേട്ടോ ഞാൻ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. 10 minute ഇതൊക്കെ ചെയ്തിട്ട് ബാക്ക് ടു വന്നിരിക്കാം എന്നാണ് വിചാരിച്ചത്. ബട്ട് എന്നിട്ടും എന്തൊക്കെയോ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, വന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഏൻഷ്യൻ്റ് മെഡിവലും റിവൈസ് ചെയ്യാം കേട്ടോ. മോഡേൺ ഹിസ്റ്ററി വരെ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ട്രൈയാണ്. കാണാതെ പഠിക്കാൻ കുറേ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ടയേർഡ് ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഓരോ 1 hours 5 minute ബ്രേക്ക് എടുത്തിട്ടാട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹിസ്റ്ററി ആട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു 6 hours കൊണ്ടാണ് ഞാൻ ഫുൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ട് സിലബസ് മൊത്തം കവർ ചെയ്തു എന്നല്ല, ഞാൻ നോർമലി റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മറന്നു പോകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാട്ടോ കൂടുതൽ ടൈം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പം ഇതുപോലെ ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നോട്ട്സ് തന്നെയാണ് വീണ്ടും റിവൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് ഒരു ക്രൊണോളജി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഓരോ ടൈം പീരീഡ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് മോർ ടൈം ജസ്റ്റ് അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് വെച്ചിട്ടായിരിക്കും കൂടുതലും മോഡേൺ ഹിസ്റ്ററി ഒക്കെ വരുമ്പോഴത്തേക്ക് മോർ ടൈം റിവൈസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ പല കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ നേരെ സ്പെക്ട്രത്തിലോട്ട് പോയിട്ട് അവിടെ ഒന്ന് റീഡ് ചെയ്തിട്ട് അതിൽ നിന്നും ജസ്റ്റ് ഓർക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കും. ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് UPSC പഠിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കിത് നല്ല ഹെൽപ്പായിരിക്കും കേട്ടോ. ഇതൊരു ഹിസ്റ്ററി ഈസി ആയിട്ട് നമുക്ക് ഹിസ്റ്ററി റിവൈസ് ചെയ്യാനും പിന്നെ അധികം ബേൺഔട്ടൊന്നും ഇല്ലാതെ പഠിക്കാനുള്ളൊരു നല്ലൊരു സ്ട്രാറ്റജിയും കൂടെയാണ് ഇത്. ഞാനിപ്പം കറണ്ട് അഫേഴ്സ് പഠിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ന്യൂസ് കാണില്ലേ, ന്യൂസ് കാണുമ്പം അതിൻ്റെ ഹെഡ്ലൈൻ മാത്രം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നീട് മന്ത്ലി അത് മാത്രം ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ക്ലോസ് ആവും ആ ഒരു ടോപ്പിക്കുമായിട്ട്. പിന്നെ ഫുള്ളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചു, പിന്നെ ബാക്ക് ടു വന്ന് വീണ്ടും പഠിച്ചു, വീട്ടിലൊക്കെ ജസ്റ്റ് വിളിച്ചു. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, കാരണം ഞാനിതൊരു 1 week എടുത്തിട്ടാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 16 hours ആവാനായപ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറക്കം വന്നു. നാളെ മോർണിംഗിൽ എണീക്കുകയും ചെയ്യണമല്ലോ, ഇതേപോലെ തന്നെ 4 o'clock. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ.